ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മന്ന കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി ബേക്കിങ്ങിൻ്റെ ടൂൾസും അതുപോലെ ചോക്ലേറ്റ്, വിപ്പിംഗ് ക്രീം, മെഷറിംഗ് കപ്സ് ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ്. നമ്മൾ മെഷറിംഗ് കപ്സ് ഒന്നും യൂസ് ചെയ്യാതെ വീട്ടിലുള്ള ഗ്ലാസ് വെച്ചിട്ടും അതുപോലെ വിപ്പിംഗ് ക്രീം നമ്മൾ മുട്ടവെള്ളയെ വെച്ചിട്ടൊക്കെയാണ് റെഡിയാക്കിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇതിന് ഒരു അര ഗ്ലാസ് മൈദ നമുക്കെടുക്കാം. മൈദയിലേക്ക് വീട്ടിലുള്ള സ്പൂൺ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. മൈദയും കൊക്കോ പൗഡറും കൂടി ഗ്ലാസ്സിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും 3/4 ഗ്ലാസ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. മൈദയും കൊക്കോ പൗഡറൊക്കെ അരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യുന്ന ആ ഒരു പാത്രം ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കണം. അതിനായിട്ട് നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ചായപാത്രമോ അല്ലെങ്കിൽ ചെറിയ ചെരുവോ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം. ആ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലാത്തവർക്ക് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്തതായിട്ട് ഞാനിവിടെ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട്. നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു മിക്സഡ് ജാറിലാണ്. ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാലും മുട്ട നമുക്ക് നന്നായിട്ട് പതഞ്ഞ് കിട്ടില്ല. ഇനി ഇതിലേക്ക് ഞാനൊരു 3 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 മീഡിയം സൈസിലുള്ള മുട്ടയാണിത്. ബീറ്റർ വെച്ചിട്ട് ചെയ്യുന്നവർ 2 മുട്ട എടുത്താൽ മതിയാവും. ഇനി ഈ മുട്ട നമുക്ക് നല്ല ഹൈ സ്പീഡിലൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം. മുട്ട ഇവിടെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിക്കാതെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ആ മൈദ എടുത്ത ഗ്ലാസ്സിൽ തന്നെയാണ് 1/2 ഗ്ലാസ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. ഇനി ഈ മുട്ടയും പഞ്ചസാരയും കൂടി നല്ല ഫ്ലഫി ആകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ മുട്ടയും പഞ്ചസാരയും കൂടി നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുവാണ്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബാറ്റർ നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് ഫോൾഡ് ചെയ്ത് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഓവറായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യരുത്. അങ്ങനെ ഓവറായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഹാർഡായി പോവും. അങ്ങനെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് കൂടി ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു രീതിയിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സാധാരണ ഓവനിലും കുക്കറിലൊക്കെയാണല്ലോ കേക്ക് ബേക്ക് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഇതുപോലെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ ബേക്കിംഗ് ടിന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ബേക്കിംഗ് ടിന്ന് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇത് ബേക്കായി വരുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ബേക്കായി വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ പാത്രം പതിയെ ഒന്ന് തുറന്നു നോക്കി. തുറന്നു നോക്കുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ബേക്കൊക്കെ ആയി വരുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ ബേക്കായോ എന്ന് അറിയാൻ വേണ്ടി തുറക്കുന്ന സമയത്ത് കേക്ക് താഴ്ന്നു പോയിട്ടുണ്ട്. നടുഭാഗം ഒന്ന് കുഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 35 മിനിറ്റ് ആയിട്ടുണ്ട്. എന്തായാലും തുറന്ന് നോക്കുവാണ്.
ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സംഭവിച്ചത്. കേക്കിൻ്റെ നടുഭാഗം കുഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫ്രൈ പാനിൻ്റെ മുകളിലൊക്കെ ആരെങ്കിലും ബേക്കിംഗ് ടിന്ന് വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് തുറന്ന് നോക്കണ്ട കേട്ടോ, കേക്ക് ബേക്കായി വരും. നടുഭാഗം കുഴിഞ്ഞു പോയിട്ടില്ലായിരുന്നെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. സൈഡൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് അതുപോലെ നല്ല ഹൈറ്റിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്. അപ്പോൾ കേക്കിൻ്റെ ആ കുഴിഞ്ഞു പോയിട്ടുള്ള ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു കേക്കിന് നമുക്കൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കേക്ക് ഞാനിവിടെ ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. അപ്പോൾ നമ്മളിവിടെ മുട്ടവെള്ളം വെച്ചിട്ടാണ് വിപ്പിംഗ് ക്രീം റെഡിയാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു സ്റ്റീലിൻ്റെ ബൗളും അതുപോലെ ഒരു വിസ്കും എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഗ്ലാസ് ബൗളാണ് എടുക്കുന്നതെങ്കിൽ നല്ല കട്ടിയുള്ള ബൗൾ എടുക്കണം. ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകാത്ത രീതിയിലുള്ള നല്ല കട്ടിയുള്ള ബൗൾ വേണം എടുക്കാനായിട്ട്. ഇനി ഈ ഒരു ബൗളിലേക്ക് ഞാനൊരു 3 മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. മുട്ടവെള്ളം എടുക്കുമ്പോൾ അതിലേക്ക് മുട്ടയുടെ മഞ്ഞ ഒരു തുള്ളി പോലും വീഴാതെ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് പൊടിച്ചിട്ടുള്ള 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാനീര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഈ ഒരു മുട്ടവെള്ളയുടെ ഒരു ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വരണം. പഞ്ചസാര മെൽറ്റായിട്ട് നമ്മൾ കൈകൊണ്ട് തൊട്ട് നോക്കുന്ന സമയത്ത് ഇതുപോലെ വലിഞ്ഞ് കിട്ടണം. അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രം ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം മാക്സിമം സ്പീഡ് എടുത്ത് നന്നായിട്ട് നല്ല സ്റ്റിഫ് ആകുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോ ഈ ഒരു മുട്ടവെള്ളം വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. അപ്പം വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ അതൊന്ന് പോയിട്ട് കാണണം. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അതുപോലെ ഈ ഒരു വിസ്ക് കയ്യിലില്ലാത്തവർക്ക് ഫോർക്ക് ഉപയോഗിച്ചിട്ടും ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ചേർക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ലൂസാവും. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നല്ല സ്റ്റിഫാക്കി എടുക്കാം. അങ്ങനെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പാത്രം കമിഴ്ത്തി നോക്കിയാൽ പോലും താഴോട്ട് പോവാത്ത രീതിയിൽ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിന് പകരം എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റാണ്. നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ എടുക്കുന്ന ഡിസ്പോസിബിൾ പ്ലേറ്റ്. അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്നാക്കി കൊടുക്കാം. ഇതിന് മുകളിലേക്ക് നമുക്ക് ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എഗ് വൈറ്റിൻ്റെ വിപ്പിംഗ് ക്രീം ആദ്യത്തെ ലെയറിൽ തേച്ച് കൊടുക്കാം. ആദ്യത്തെ ലെയറിൽ ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ക്രീമിന് മുകളിൽ കുറച്ച് ചെറി ഒന്ന് കട്ട് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള കടകളിലൊക്കെ ചെറിയ പാക്കറ്റിൽ ചെറി കിട്ടുമല്ലോ, അതുപോലെ ഒരു ചെറിയ പാക്കറ്റ് എടുത്താൽ മതി. ഇനി ചെറി നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണ്ട, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. അങ്ങനെ ആദ്യത്തെ ലെയറിൽ നമ്മൾ ക്രീമും ആക്കി കൊടുത്തിട്ടുണ്ട്, ചെറിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് അതിന് മുകളിൽ നമുക്ക് ചെറി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അവസാനത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്ത് അതിന് മുകളിലും ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ക്രീം വെച്ചിട്ട് കേക്ക് ഫുള്ളായിട്ടും കവർ ചെയ്തെടുക്കാം. നമ്മളിവിടെ ഐസിങ് ടൂൾസ് ഒന്നും ഇല്ലാതെയാണ് കേക്ക് ഐസിങ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിനിഷിംഗ് ഒന്നും കിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങളുടെ അടുത്ത് വീട്ടിൽ ചട്ടുകമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഐസിങ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ക്രീം വെച്ചിട്ട് കേക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ഒരു പഴയ കാർഡ് വെച്ചിട്ടാണ് ലെവൽ ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പഴയ ATM കാർഡോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ബുക്കിൻ്റെ കവർ പേപ്പറോ അല്ലെങ്കിൽ പ്ലേ കാർഡൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഞാൻ ഇതുപോലെ ഒരു വേണ്ടാത്തൊരു പഴയ കാർഡ് വെച്ചിട്ടാണ് സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കിയുള്ള ക്രീം വെച്ചിട്ട് കേക്കിന് മുകളിൽ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോസിലൊന്നും ഇല്ലാതെയാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ പൈപ്പിംഗ് ബാഗിന് പകരം നിങ്ങൾ ഓയിലൊക്കെ വാങ്ങിക്കുന്ന പോലത്തെ കവറുണ്ടല്ലോ, ആ ഒരു കവർ കോൺ ഷേപ്പിലാക്കി ഒന്ന് സ്റ്റാപ്ലെയർ ചെയ്തതിന് ശേഷം അതിലേക്ക് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി.
അങ്ങനെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിലൊക്കെ സാധാരണ ചെയ്യുന്നത് ചോക്ലേറ്റ് ഇടാറുണ്ടല്ലോ സൈഡിൽ മുകൾ ഭാഗത്തൊക്കെ. ചോക്ലേറ്റിന് പകരം ഞാനിവിടെ ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് 10 രൂപയ്ക്ക് ചെറിയ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് കിട്ടും. അതുപോലെ ഒരു ചെറിയ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് പൊടിച്ചിട്ട് കേക്കിൻ്റെ മുകളിലും സൈഡിലൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ മുകളിൽ കുറച്ച് ചെറി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ 3 മണിക്കൂർ ഞാനിവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കേക്കൊന്ന് കട്ട് ചെയ്തിട്ട് കഴിച്ച് നോക്കാം. നമ്മുടെ സിമ്പിളായിട്ടുള്ള ബേക്കിങ്ങിൻ്റെ ടൂൾസ് ഒന്നും ഇല്ലാതെ വിപ്പിംഗ് ക്രീം ചോക്ലേറ്റ് ഒന്നും ഇല്ലാതെ റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. ഇൻഗ്രീഡിയൻസ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അടുത്തൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.